ഞാൻ പുരട്ടി തരണോ? വേണ്ടമേ, കഴിഞ്ഞു. പാറു 5 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ കുറെ നേരമായല്ലോ. അവൾ ഇതുവരെ വന്നില്ലല്ലോ. അതെ അമ്മേ, എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. മോനെ, പാറു വരാൻ ഇനിയും വൈകുമെന്നാ തോന്നുന്നത്. എനിക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്നെ ബാത്റൂം വരെ ഒന്ന് കൊണ്ടാക്ക്. ഇതല്ലേ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ മരുമോള് വന്നിട്ടേ പോവെന്നുള്ള വാശിയായിരുന്നു. വാ. മോനെ, നീ പാറുവിനെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ശരി, ഞാൻ പൊക്കോളാം. നീ അവളെ വിളിക്കാം. വിളിക്കാം. ചേട്ടനോട് ഞാൻ എന്താ പറയാ? പ്രിയൻചേട്ടനിൽ നിന്നും അമ്മയിൽ നിന്നും ദർശനയിൽ നിന്നും ഒക്കെ അകലം പാലിക്കുന്ന നല്ലത്. ഇവളെന്താ ഫോൺ എടുക്കാത്ത? അയ്യോ അമ്മേ, അമ്മേ, എന്താ പറ്റി? വാ. എന്താ അമ്മേ പറ്റിയത്? പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തലറങ്ങിയതാ. ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ വിശന്നിട്ടായിരിക്കും തല ഇറങ്ങിയത്. പാറു വരാൻ ഇത്രയും വൈകുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ മോനെ ഇതുവരെ പാറു വരാത്തത്? നീ അവളെ വിളിച്ചോ? അവള് ഫോൺ എടുക്കുന്നില്ലമ്മേ. നീ എന്താ പാറു ഇവിടെ തനിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല, വെറുതെ കുറച്ചേരം ഒറ്റയ്ക്ക് നിൽക്കണം തോന്നി. ഇത് നീ കുറച്ചു കാലം മുമ്പാണ് പറഞ്ഞതെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ ഇപ്പോ നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കുറെയൊക്കെ എനിക്കും അറിയാം. നീ എന്താണ് ആലോചിക്കുന്നതെന്ന് എന്നോട് പറ. ഒറ്റയ്ക്കെല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന അതിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാൻ ഉറപ്പ് തന്നെയല്ലേ? പിന്നെന്താ നിനക്ക് ഞങ്ങളെ വിശ്വസിച്ച? അയ്യോ, നിങ്ങളല്ലാതെ ഞാൻ വേറെ ആരെ വിശ്വസിക്കാനാ? എന്ന കാര്യം എന്താന്ന് പറ. പ്രിയൻചേട്ടന്റെ അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അവരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ പ്രിയൻചേട്ടന്റെ കയ്യില് ചൂടുവെള്ളം വീണു. അയ്യോ, എന്നിട്ടിപ്പോ പ്രിയൻ എങ്ങനെയുണ്ട്? നീ അവനെ കാണാൻ പോയില്ലേ? വീടിന്റെ പടി വരെ ചെന്നത്, പക്ഷെ അവരെ കാണാതെ ഞാൻ തിരിച്ചു പോന്നു. നീ എന്താ ചെയ്തത് പാറു? പ്രിയനും അമ്മയും ഇത്രയും കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞിട്ടും അവരെ നീ സഹായിക്കാത്തതിന് എന്താ കാരണം? കാരണം ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാറുന് പണ്ടത്തെ പോലെ നമ്മളോടിപ്പോ സ്നേഹമൊന്നും ഇല്ല. അത് തന്നെ. എടി, ഇത്രയും കാലം ഏടത്തിയമ്മന്ന് നീ അവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നതല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഒരു മാറ്റം? ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് പാറു എല്ലാം ചെയ്താ എനിക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ടാവും. നമ്മൾ പാറുവിന് ഈ കുടുംബത്ത് കൊടുക്കുന്ന സ്ഥാനത്തിന് അവൾ ഒരു വിലയും കൊടുക്കുന്നില്ല. ആ കുടുംബത്തില് അവരെനിക്ക് തരുന്ന സ്ഥാനം അത് ഞാൻ അറിയിക്കുന്നില്ല.
ഞാൻ കാരണം ആ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവരുത്. പ്രിയൻചേട്ടന്റെ വീട് ഒരമ്പലം പോലെ പവിത്ര. ഞാൻ അതിനകത്തേക്ക് കാല് വെക്കാൻ പോലും പാടില്ല. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്നും അകലം പാലിക്കുന്നത്. നീ പ്രിയനോട് സത്യം പറയേണ്ടെന്ന് തീരുമാനിച്ച ശേഷം എല്ലാം മാറിക്കഴിഞ്ഞു. ഇനിയും ആ തീരുമാനത്തിലാണ് നീ ഉറച്ചു നിൽക്കാൻ പോകുന്നതെങ്കിൽ പ്രിയനിൽ നിന്ന് അകലുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല ആയിഷ. ദൈവം കൈലാഷ് സാറിന്റെ രൂപത്തില് എന്നെ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് വീണ്ടും എത്തിക്കാം. ഏതോ ഒരു മഹാഭാബി എന്നോ ചെയ്തൊരു തെറ്റുകാരൻ എനിക്ക് പ്രിയൻചേട്ടന്റെ മുന്നിൽ നിൽക്കാൻ പോലും പറ്റാത്ത ഒളിച്ചോടേണ്ട സാഹചര്യം. ഈ വേദന ഞാൻ എത്ര കാലം സഹിക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല. പ്രിയൻചേട്ടന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഭാഗമാവാൻ കഴിയില്ല എന്ന് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് മരിക്കാനാ തോന്നുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ പാറു. ഇനിയൊരു അക്ഷരം മിണ്ടരുത്. ഞാനെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുന്നു എന്ന് കരുതി നീ പറയുന്നൊക്കെ ശരിയാണെന്ന് ഞാൻ അംഗീകരിച്ചു എന്ന് വിചാരിക്കരുത്. പാറു എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ന് കരുതി അവൾക്ക് എന്നോടോ ഈ കുടുംബത്തോടോ സ്നേഹമില്ലാന്ന് നീ പറയരുത്. അവൾ എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല. ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞവള് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൾ എന്തോ പ്രശ്നത്തിലാണെന്നാണ്. അതെന്താണെന്നറിയാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ പ്രശ്നങ്ങൾ നമ്മളെ അറിയിച്ച് നമ്മളെ വേദനിപ്പിക്കണ്ടെന്ന് പാറു കരുതി കാണും. സമയമാവുമ്പോ അതെന്താണെന്ന് അവൾ എന്നോട് പറഞ്ഞോളൂ. ആ സമയം എപ്പോ വരുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാൻ പോന്നേ? ഇന്ന് അമ്മേ പാറു കാണാൻ വരാത്തോണ്ട് മാത്രമല്ല ഞാൻ ദേഷ്യപ്പെടുന്നത്. ഇതിനു മുമ്പും നീ എത്ര തവണ പാറുന് ഫോൺ ചെയ്തിട്ടുണ്ട്. അവളെയും കാത്ത് ഹോസ്റ്റലിനെ ഗേറ്റ് നോക്കി നിന്നിട്ടുണ്ട്. അമ്മയും അവളെ പലതവണ വിളിച്ചു. അവൾ എപ്പോഴെങ്കിലും ഫോൺ എടുത്തോ? നിങ്ങൾക്ക് തരേണ്ട ബഹുമാനം അവള് തന്ന ഞാനെന്തിനാ അവളാ ചോദ്യം ചെയ്യുന്നേ? പാറു എന്തോ പ്രശ്നത്തിലാന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അതെന്താന്ന് നമ്മളോട് പങ്കുവെച്ചാൽ മാത്രമല്ലേ നമുക്ക് അവളെ സഹായിക്കാൻ പറ്റൂ. അവളായിട്ടത് പറയുന്നില്ലെങ്കിൽ നീ അതെന്താന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യണം. നിന്റെ സ്ഥാനത്ത് ഉത്തരവാദിത്വം ഉള്ളൊരുത്തനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. അല്ലാതെ അവളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല.